അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പലപ്പോഴും പല വിഷയങ്ങളിലും അനാവശ്യമായി ലജ്ജിക്കുന്നവരാണ്, നാണിക്കുന്നവരാണ് മനുഷ്യർ. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ വിഷയത്തിലാണ് നാണിക്കാറുള്ളത്, വിഷമിക്കാറുള്ളത്, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ലജ്ജയോടുകൂടെ കാണുന്ന വിഷയങ്ങൾ ഏതാണ്? 4 വിഷയങ്ങളിൽ ലജ്ജ പാടില്ല എന്നാണ്. 1, പ്രായമായ മാതാപിതാക്കൾ. ഉമ്മയുപ്പയും പ്രായമായി എന്ന് വിചാരിച്ചിട്ട് ആളുകളുടെ ഇടയിൽ അവരെ ഒന്ന് പ്രസന്റ് ചെയ്യുക, അവരെ ഒന്ന് ആളുകളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അതിലൊക്കെ ഒരു പ്രത്യേകമായ ലജ്ജാബോധമുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. 2, പാവപ്പെട്ട സുഹൃത്തുക്കളാണ്. അവൻ്റെ ഫ്രണ്ട് സർക്കിൾ വളരെ പാവങ്ങളായ ഫ്രണ്ട് സർക്കിളാണ്. ആ സൗഹൃദ വലയങ്ങൾ അവനെ ലജ്ജിപ്പിക്കുന്നുണ്ടെങ്കിൽ, പാവപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ കൂടെ നടക്കും അവന് ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അത് പരിഹരിക്കേണ്ടതാണ്. 3, ലളിതമായ ജീവിതമാണ്. പാവമായി എല്ലാവരുടെയും ഇടയിൽ ലളിതമായി അങ്ങനെ ജീവിക്കുന്നത് ലജ്ജയോടുകൂടെ കാണുന്നുണ്ടെങ്കിൽ അതും അവൻ്റെ ജീവിതത്തിന് സാരമായി ബാധിക്കും എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് വല്ലാത്ത വേദനയും വിഷമവും സങ്കടവും ടെൻഷൻ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരും. 4, നമ്മളുടെ ജീവിതത്തിൽ പഴയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജയാണ്. പഴയ വസ്ത്രം ധരിച്ച് ആരെങ്കിലും ഒന്ന് നമ്മളെ വിമർശിക്കുകയോ കളിയാക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ലജ്ജ തോന്നേണ്ട ആവശ്യമില്ല. കാരണം വസ്ത്രം പോലും ധരിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ലോകത്തുണ്ട്. നമ്മൾക്കറിയാമല്ലോ ഗാസയിലുള്ള അവസ്ഥ. പുതിയ കാലത്ത് വലിയ പ്രയാസത്തിലേക്ക് ഫലസ്തീനിലുള്ള ആളുകൾ മാറുകയാണ്. നമ്മൾ നമ്മളുടെ പരിമിതമായ സൗകര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.